ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഹൃദയപൂർവ്വം എന്ന നോവലിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഈ നോവലിൻ്റെ മുൻഭാഗങ്ങളെല്ലാം പ്ലേലിസ്റ്റിൽ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കേൾക്കാതെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കേൾക്കണം. അതുകൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് നോവലിലേക്ക് പോയാലോ. കൗണ്ടറുകൾക്ക് മുന്നിൽ സന്ദർശകർക്കായുള്ള ഇരിപ്പിടങ്ങളിൽ ഏറ്റവും അകലെയുള്ള ഒന്ന് മാത്രമാണ് ഒക്യുപ്പൈഡ്. ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞതും അവൾ അറിയാതെ നെഞ്ചോട് കയ്യമർന്നു. റോജയെ കണ്ടതും സന്ദർശകൻ എഴുന്നേറ്റു. അവൾ പക്ഷേ നിന്നിടത്ത് തന്നെ നിന്നുപോയി. അതുകൊണ്ട് ക്ഷണിച്ചു വരുത്തിയ പുഞ്ചിരിയോടെ നന്ദകിഷോർ അരികിലേക്ക് നടന്നു വന്നു. ക്ഷമിക്കണം റോജ, ഫോണിൽ ബന്ധപ്പെട്ടാൽ പോരാ എന്നതുകൊണ്ടാണ് നേരിലൊന്ന് കാണാനായി ഒരു ദിവസത്തെ ലീവ് എടുത്ത് ഞാൻ വന്നത്. നന്ദു തനിച്ചാണോ എന്നറിയാനായി റോജ വിശദമായി ആ പശ്ചാത്തലം ഒന്ന് വീക്ഷിച്ചു. അമ്മയ്ക്ക് വീണ്ടും ഒരാഴ്ച ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നതിനാൽ എൻ്റെ വിവാഹ തീയതി ഒന്ന് നീട്ടിവെക്കേണ്ടി വന്നു. അമ്മയ്ക്കിപ്പോൾ അതറിയാനായിരുന്നു അവൾക്ക് ഉത്കണ്ഠ. സുഖമായ റോജ, അവൻ തുടർന്നു. അമ്മയാണല്ലോ എനിക്കെല്ലാം. അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് മറ്റൊരു വിവാഹത്തിന് ഞാൻ തയ്യാറായത്. ഏതായാലും ഇന്നലെ എന്നെ തേടി ഒരു സദ്വാർത്ത എത്തി. ഈ ബ്രാഞ്ചിൽ നിന്നും തന്നെയാണ്. ഇനി എനിക്ക് സന്തോഷമായി വിവാഹിതനാവാം. റോജയുടെ മുഖം തുടുത്തു. എന്തായിരുന്നു സദ്വാർത്ത? ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത്. റോജയുടെ വിവാഹവും തീരുമാനിച്ചെന്ന്. അഭിനന്ദനം, ഒപ്പം നന്ദിയും. താൻ തനിച്ചു കഴിയുമ്പോൾ എനിക്ക് സമാധാനമായിരിക്കാൻ കഴിയില്ലടോ. അവളുടെ കൈക്കായി നന്ദൻ കൈനീട്ടി. റോജ അത് വിട്ടുകൊടുത്തു. ആ വിരൽത്തുമ്പിൽ ഒന്ന് തൊട്ട ശേഷം അവൻ കൈ പിൻവലിച്ചു. തനിക്ക് നല്ലതേ വരൂ. പക്ഷെ മാലു വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവള്. എന്നാലും സ്നേഹം ഒരു കുറ്റമാവുമെന്ന് ഞാൻ സ്വയം ചോദിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്കത് ശല്യമാകുമ്പോൾ അതേന്ന് മറുപടി കണ്ടെത്തേണ്ടി വരും. മാലയെക്കുറിച്ച് നന്ദേട്ടൻ്റെ അടുത്ത് വിശദീകരിക്കണമോ എന്ന് അവൾ ആലോചിച്ചു. ഇനി അതുകൊണ്ട് പ്രയോജനമില്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഇന്ന് കാണുമ്പോൾ താൻ എന്നോട് ദേഷ്യപ്പെടുമെന്നും മുഖം വെട്ടിത്തിരിച്ച് പോകുമെന്നും ഭയന്നു. സാധാരണ പെൺകുട്ടികളെപ്പോലെ പിണങ്ങിപ്പിരിഞ്ഞ സ്നേഹിതനോട് മനസ്സിൽ പക സൂക്ഷിക്കുന്ന ആളല്ല റോജയെന്ന് എനിക്കിപ്പോൾ ബോധ്യായി. എൻ്റെ കൂടി മനസ്സമാധാനത്തിന് വേണ്ടിയാണ് നീയും ഉടനെ വിവാഹിതയാവാൻ തീരുമാനിച്ചതെന്നും ഒരു നിമിഷത്തേക്കായാലും നമ്മെ സ്നേഹിച്ചവരോടെല്ലാം നമ്മൾ നന്ദി കാട്ടണമെന്നും നീ ഒരിക്കൽ പറഞ്ഞത് ഞാനും ഓർക്കുന്നുണ്ട്. മനസ്സിന് മഹത്വമുള്ളവർ അങ്ങനെയാണ്. പിരിയുമ്പോൾ പകയായി മാറുന്ന സ്നേഹത്തിന് എന്താണ് വില? വഴക്കടിക്കാനും പിരിഞ്ഞു പോകാനും എല്ലാവർക്കും അവരവരുടേതായ കാരണങ്ങളുണ്ട്. ഒരാളുടെ സ്നേഹം പരീക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അയാളുടെ വഴക്കിട്ട് പിരിക്കുക എന്നതുമാണ്. റോജയുടെ കണ്ണുകൾ നിറഞ്ഞു. വിതുമ്പാൻ വെമ്പിയ ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് അവൾ മുഖം കുനിച്ചു. ജീവനൊപ്പം സ്നേഹിച്ച മിത്രങ്ങളായിരുന്നു റോജ നമ്മൾ. വിധിയാണ് നമ്മളെ വേർപിരിച്ചത്. എന്നുവെച്ച് വിവാഹം നമ്മളെ അന്യരാക്കില്ലെന്ന് ഞാൻ ആശിക്കുന്നു. നന്ദൻ്റെ തൊണ്ട ഒന്നിടറി. എൻ്റെ അമ്മ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കൊപ്പം ദൈവം എനിക്കായി തന്ന ഒരു ബന്ധുവാ താൻ. റോജയെ കടന്ന് അവൻ പുറത്തേക്ക് നടന്നു. അതോടെ അവളും ആ പുറകം തിരിഞ്ഞു. എന്താ നന്ദേട്ടാ ആ കുട്ടിയുടെ പേര്? ഇൻവിറ്റേഷൻ കിട്ടാഞ്ഞതിനാൽ എനിക്കത് അറിയാൻ കഴിഞ്ഞില്ല. ആകാംക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ആരോടും ചോദിക്കാനും മനസ്സ് വന്നില്ല. പുഞ്ചിരിയോടെ നന്ദൻ റോജയെ നോക്കി. എൻ്റെ അമ്മാമ്മയുടെ മകളാ റോജ. നിന്നേക്കാളും മൂപ്പുണ്ടാവും, ജേർണലിസ്റ്റാ. ആമീന്നാണ് വീട്ടിലെല്ലാവരും അവളെ വിളിക്കുന്നത്. മരിച്ചുപോയ ഒരു ലെജൻഡറി റൈറ്ററുടെ വിളിപ്പേരായതിനാൽ അവൾ ആ പേര് പെന്നയമായി അങ്ങ് സ്വീകരിച്ചു. ഇനി ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, എന്താ കള്ള ബെടുക്കൂസിൻ്റെ പേര്? ആ കുസൃതിയിൽ അവളൊന്ന് ചിരിച്ചു. കാശ്യപ് മഹാദേവൻ. ചാർട്ടേഡ് അക്കൗണ്ടൻ്റാ. എന്തായാലും അവനൊരു നല്ല ചെക്കനായിരിക്കട്ടെ റോജ. എനിക്ക് ക്ഷണക്കത്തയക്കണ്ട, എനിക്ക് വരാനാവില്ല. എൻ്റേതിന് നീയും വരണ്ടാന്ന് കരുതിയാണ് ഞാനും അയക്കാത്തത്. സ്വന്തം പെൺകുട്ടി മറ്റൊരാളാവുന്നത് കണ്ടു നിൽക്കണമെങ്കിൽ അവനൊരു കപടനായിരിക്കണം. അവൻ തിരിഞ്ഞ് പുറത്തേക്ക് പോയി. ആ രൂപം കണ്ണിൽ നിന്നും മറഞ്ഞ ശേഷമാണ് റോജ കൗണ്ടറിന് നേർക്ക് തിരിഞ്ഞത്. എല്ലാ സീറ്റുകളിലും ആളുകൾ എത്തിക്കഴിഞ്ഞിരുന്നു. അവൾ അകത്തേക്ക് ചെന്നപ്പോൾ ബ്രാഞ്ച് മാനേജർ എലിസബത്തിനെ ഞാൻ തിരക്കി. നന്ദകിഷോറുമായി കുറേ നേരം സംസാരിച്ചല്ലോ. നന്ദൻ സാറ് കുറേ നാളും ഞങ്ങളുടെ അപ്സ്റ്റേഴ്സിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ കൈമാറിയതാണ്. നന്ദുവിൻ്റെ മാരേജ് ഡേറ്റ് മാറിയ കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ
ഈ അർജൻറ്റ് വിസിറ്റിന് കാരണം എന്താണാവോ? ഇവിടെ നിന്ന് ആരോ എൻ്റെ മാരേജ് ന്യൂസ് അറിയിച്ചത്രേ. അഭിനന്ദനം അറിയിക്കാൻ വന്നതാ. നമ്മുടെ വെബ്സൈറ്റിൽ ഏതായാലും ബാങ്ക് ആക്ടിവിറ്റീസിനേക്കാൾ പ്രാധാന്യം സ്റ്റാഫിൻ്റെ വ്യക്തിവിശേഷങ്ങൾക്കാണല്ലോ. വ്യക്തികളില്ലെങ്കിൽ പിന്നെ ബാങ്കുണ്ട് മാം. സൈൻ ചെയ്തിട്ട് റോജ തൻ്റെ സീറ്റിലേക്ക് നടന്നു. രാത്രിയിൽ അവളെ കാശ്യപ്പ് വിളിച്ചു. വിവാഹം ഏതായാലും ഉറപ്പിച്ചല്ലോ റോജ. നമുക്കിനി വല്ലപ്പോഴൊക്കെ ഒരുമിച്ചൊരു ഔട്ടിങ്ങൊക്കെ ആവാലോ. ആ മുഖം കാണാൻ കൊതിയാവുകയാണ്. വിവാഹത്തിന് ഇനി അധിക ദിവസമല്ലല്ലോ കാശ്യപ്പ്. ആ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും ഒന്നിച്ചല്ലേ. എങ്കിലും അത് തികച്ചും ഫോർമലല്ലേ റോജ. ഔപചാരികമല്ലാത്ത കൂടിക്കാഴ്ചയുടെ സുഖം ഒന്ന് വേറെയല്ലേ. അതിന് മറുപടി നൽകും മുമ്പ് റോജ നന്ദേട്ടനെ ഓർത്തു. 1 വർഷത്തോളം ഒരുമിച്ച് ജോലി ചെയ്തു. അപൂർവമായാണെങ്കിലും ഒരുമിച്ച് യാത്ര ചെയ്തു. കുറച്ച് ദിവസങ്ങൾ വീടിൻ്റെ മുകൾ നിലയിൽ താമസിക്കുകയും ചെയ്തു. വ്യക്തിപരമായ ഒത്തിരി ദുഃഖങ്ങളിൽ പങ്കുകൊണ്ടു. എന്നിട്ട് ഇതുപോലത്തെ ആവശ്യങ്ങളൊന്നും കക്ഷി ഉന്നയിച്ചിട്ടില്ല. എന്താ റോജ, മുഷിഞ്ഞോ? മുഷിഞ്ഞിട്ടല്ല, കല്യാണം കഴിയാതെ ഇനിയൊരു കൂടിക്കാഴ്ചകളൊന്നും വേണ്ട എന്ന തീരുമാനത്തിലാണ് ഞാൻ. നമുക്കപ്പം പരസ്പരം ഒന്ന് മനസ്സിലാക്കണ്ടേ? കല്യാണ ചടങ്ങ് നടത്താനുള്ള ഹോട്ടൽ ബുക്ക് ചെയ്തു. അഡ്വാൻസും കൊടുത്ത ശേഷം ഇനി എന്ത് മനസ്സിലാക്കാനാ? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ കാശ്യപ്പിന് എന്നെ വേണ്ടാന്ന് തോന്നിയാൽ ഒഴിയാനാണോ? എന്താ റോജ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? ചില സമയത്തുള്ള നിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ലെന്നാണ് തോന്നുന്നത്. അത് ശരിയാ കാശ്യപ്പ്. കല്യാണത്തിന് മുൻപ് പുരുഷനെ സ്നേഹിച്ച് പരീക്ഷണങ്ങളൊന്നും നടത്താൻ ഞാനില്ല. വിവാഹശേഷം നമുക്ക് സ്നേഹിക്കാൻ ആരംഭിക്കാം. ദേഷ്യത്തിൽ അയാൾ ഫോൺ കട്ട് ചെയ്തു. അവൾ വേവലാതെയൊന്നും കാണിച്ചില്ല. അതുകൊണ്ട് പിറ്റേന്ന് കാശ്യപ്പ് വിളിച്ചു. സോറി റോജ, നിന്നെ ഞാനിന്നലെ വല്ലാതെ വിഷമിച്ചു അല്ലേ? റോജ ചിരിച്ചു. ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ കൊടുത്ത അഡ്വാൻസ് നഷ്ടമായല്ലോ എന്നൊരു വിഷമമേ എനിക്ക് തോന്നിയുള്ളൂ. റോജ, ഇത്തരം തമാശകൾ എനിക്കിഷ്ടമല്ല കേട്ടോ. ശരി, ഇനി ഞാൻ തമാശ പറയില്ല. 2 പേരെയും ചിരിപ്പിക്കുന്ന തമാശകളാവാം. എന്നെ നോവിക്കുന്ന തമാശകൾ വേണ്ട. ശ്രീധരമോ സ്വർണമോ സമ്മാനങ്ങളോ ആഗ്രഹിച്ചല്ല ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചെന്നറിയാലോ. അതിൻ്റെ ഒരു ഇൻറ്റിമസിയൊക്കെ എന്നോട് കാണിക്കണം. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ കാശ്യപേട്ട. സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ വീർപ്പ് മുട്ടിക്കും. അത്രയെങ്കിലും പറഞ്ഞല്ലോ. കാശ്യപേട്ട എന്ന വിളിയും ഇഷ്ടമായി. ഇത്രയുമൊക്കെ സ്നേഹിക്കുന്ന പുരുഷന്മാർ ആഗ്രഹിക്കുന്നുള്ളൂ. നോക്കൂ റോജ, ലുലുവിൽ ഒരു ഇംഗ്ലീഷ് പടം ഓടുന്നുണ്ട്. എൻ്റെ കാറിൽ നമുക്കിന്ന് മാറ്റിനിക്ക് പോയാലോ? ഇന്ന് പറ്റില്ല കേട്ടോ, ഞങ്ങൾക്കിന്ന് ഗസ്റ്റ് ഉണ്ട്. അടുത്ത സൺഡേ അമ്മയും ശശിമാമയും അടുത്ത ബന്ധുക്കളെയും കല്യാണം ക്ഷണിക്കാൻ പോകും. അന്ന് ഞാനിവിടെ ഉണ്ടാവും. എൻ്റെ ചില പഴയ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട്സാണോ വലുത്, ഞാനാണോ? കാശ്യപേട്ടൻ, ഫ്രണ്ട്സിനെയൊക്കെ കല്യാണം കഴിയുന്നതോടെ ഞാൻ പറപ്പിക്കില്ലേ. വെറുതെ സോപ്പിടണ്ട. കേരളത്തിലുള്ള മലയാളി പെൺകുട്ടികൾ ശരിക്കും റിവേഴ്സ്ഡാണ്. പകരം മറുനാട്ടിലെ മലയാളി പിള്ളേർ അങ്ങേയറ്റം ഫ്രീക്കും. മണ്ടത്തരം പറ്റിയോന്ന് ഇപ്പോൾ എനിക്കൊരു സംശയം. അവളതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എനിവേ, കല്യാണത്തിന് 1 ദിവസം മുൻപെങ്കിലും നമ്മൾ ഒരുമിച്ചൊന്ന് പുറത്തു പോകും. അയാൾ കോൾ മുറിച്ചു. മണ്ടത്തരം പറ്റിയത് തനിക്കാണോ എന്നായി റോജയുടെ സംശയം. അന്ന് രാത്രിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാലയുടെ ഒരു സന്ദേശം എത്തി. ഇവിടെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നമ്മുടെ അമ്മയെപ്പോലെ സുന്ദരിയായ ഒരമ്മയുണ്ട് റോജ. എന്നെ ഈ അമ്മയ്ക്കിപ്പോൾ പ്രാണന. പക്ഷേ ഈ അമ്മ അരയ്ക്ക് കീഴോട്ട് തളർന്ന് കിടക്കയിൽ ഒരേ കിടപ്പ. എന്തിനും ഞാൻ വേണം. ഇപ്പോൾ ഈ അമ്മയും എൻ്റെ ജീവൻ്റെ ഭാഗ്യമായിരിക്കുന്നു മോളെ. ഈ അമ്മയെ വിട്ട് ഞാനെങ്ങനെ റോജോ നിൻ്റെ കല്യാണത്തിന് വരിക? നിൻ്റെ മാലുവിനോട് ക്ഷമിക്കണേ മോളെ. നീ ഏതോ വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എവിടെയാണെന്ന് എന്നോട് പറയുക. ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോന്നോളാം. ഇല്ലെങ്കിൽ നിൻ്റെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്ത് ഞാൻ നിൻ്റെ അടുത്തെത്തും മാലു. ഉടനെ മാലയുടെ യാചന എത്തി. അരുതേ റോജ, നീ എൻ്റെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്താൽ ഞാൻ ഇവിടെ നിന്നും എവിടേക്കെങ്കിലും പോകും. പിന്നെ നീ ഒരിക്കലും എന്നെ കാണില്ല. കാരണം ഞാൻ താമസിക്കുന്ന ഈ വീട്ടിൽ എൻ്റെ മനുവേട്ടനുണ്ട്. ആ സന്ദേശത്തിലെ അവസാന വാചകം റോജയ്ക്ക് മനസ്സിലായില്ല. തൻ്റെ മാലു വീണ്ടും ഭ്രാന്തിയായോ എന്നായി അവളുടെ ഭയം. റോജ ആ നമ്പർ ഡയൽ ചെയ്തു. അപ്പോഴേക്കും അത് സ്വിച്ച്ഡ് ഓഫ് ആയി കഴിഞ്ഞിരുന്നു. പലവട്ടം ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല. അവൾക്ക് വല്ലാത്ത വിഷമമായി. അമ്മയോട് പറയാനും ധൈര്യമില്ലാതെയായി. അതിലധികമായിരുന്നു നടക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ചുള്ള ആകുലതകൾ. മാല തൻ്റെ ഫോൺ അന്ന് തന്നെ ദേവഗംഗയുടെ പിന്നിലുള്ള
കടലിൽ എറിഞ്ഞിരുന്നു. അന്ന് രാത്രി പക്ഷേ ദേവകി അവളോട് പറഞ്ഞു, ഇന്ന് അമലമോൾ സ്വന്തം മുറിയിലേക്ക് പോയിക്കോളൂ. ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന പിനി ഇന്ന് എൻ്റെ ഒപ്പമാണ് അത്ര ഉറങ്ങണത്. എനിക്കറിയാം നിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് അവൻ എൻ്റെ അടുത്ത് വരണതെന്ന്. വിളിക്കുമ്പോഴും നിൻ്റെ കാര്യങ്ങൾ തിരക്കും. നിന്നെ അവന് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ ചുണ്ടുകൾ വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. മാലയുടെ മുഖത്ത് സംഭ്രമം നിറഞ്ഞു. നിന്നെ അവനാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ഇവിടെ ആരും അറിയണ്ട കേട്ടോ, ശാരദയും ഭാർഗവയും പോലും. അവർ മനഃപൂർവ്വം ആരോടും പറയുന്നല്ല പറയുന്നത്. വെറും നാടൻ പെണ്ണുങ്ങളല്ലേ, അബദ്ധം പറ്റാമല്ലോ. വിനുവാണ് നിന്നെ കൊണ്ടുവന്നെന്നറിഞ്ഞാൽ രാഗിയും അവനുമായുള്ള ബന്ധം ഇപ്പോഴത്തേതിലും വഷളാവും. ഇപ്പം തന്നെ 2 മുറിയിലെ ഉറക്കം. വിവാഹശേഷം ഒരു രാത്രി പോലും അവർ ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ലെന്ന് അവളുടെ അമ്മാവനറിയില്ല. മാലയുടെ കണ്ണുകളിൽ ഒരു നടുക്കമുണ്ടായി. അന്ന് മോൾ കണ്ടതാണല്ലോ എൻ്റെ ഭർത്താവിനെ. ആ കണ്ടതിലൊക്കെ നീചനാ മനുഷ്യൻ. ക്രിമിനൽ അഡ്വക്കറ്റാ. ഒരുപാട് പ്രമുഖ കൊലക്കേസുകളുടെ പ്രതികളെ പണത്തിനായി അദ്ദേഹം ശിക്ഷയിൽ നിന്നും ഊരിക്കൊണ്ട് പോന്നിട്ടുണ്ട്. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഒരാളെ കൊല ചെയ്ത് കഴുകാനുള്ള സാമർഥ്യമുണ്ട് ആ തലച്ചോറിന്. നീ ഇവിടെ താമസിക്കുമ്പോൾ രാഗിയുടെ ദാമ്പത്യം തകർന്നാൽ അവളെയും വിനുവിനെയും അത് ബാധിക്കുക നിന്നെയായിരിക്കും മോളെ. എങ്കിൽ ഞാനിവിടുന്ന് പോയിക്കോളാം അമ്മേ. മാല കരഞ്ഞു. നിന്നെ കാണാതെ എനിക്ക് വയ്യാമല്ല. അത്രയ്ക്ക് നീ എൻ്റെ ജീവൻ്റെ ഭാഗമായിപ്പോയി. അതുകൊണ്ടാണ് നിനക്കൊരാപത്തും വരരുതേ എന്ന നിർബന്ധവും. സാരമില്ല, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പുറത്തെ മുറിയിൽ പോയി തനിച്ചുറങ്ങാൻ വല്ല പേടിയുണ്ടെങ്കിൽ ശാരദയെ വിളിച്ച് അവിടെ കിടത്തിക്കോളൂ. ശരിയമ്മേ. അവൾ തലകുലുക്കി. വെളുപ്പിന് 4:30 എനിക്കൊരു വേക്കപ്പ് അലാറം തരണം മോള്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയാൽ രാവിലെ 9 കഴിയാതെ ഫിനു ഉണരില്ല. അത്ര ഉറക്കഭ്രാന്തനാ എനിക്ക്. പക്ഷേ സൂര്യൻ ഉദിക്കും മുൻപേ ഉണ്ടെന്നേ പറ്റൂ. വേക്കപ്പ് അലാറം തരണമെങ്കിൽ ഫോൺ വേണ്ടേ അമ്മേ? എൻ്റെ ഫോൺ എവിടെയോ കളഞ്ഞുപോയി. എത്ര തിരഞ്ഞിട്ടും കണ്ടു കിട്ടിയില്ലമ്മേ. മാല നുണ പറഞ്ഞു. എങ്കിൽ മാല ഇതെടുത്തോളൂ. അരികിലെ ടീപ്പോയിലിരുന്നൊരു ഫോണെടുത്ത് അവർ മാലയ്ക്ക് നീട്ടി. വിനു എനിക്ക് 3-4 ഫോണുകൾ തന്നിട്ടുണ്ട്. ഫോണുമായി അവൾ തൻ്റെ മുറിയിലേക്ക് പോയി. തനിച്ചായപ്പോൾ അനിയത്തിയും അമ്മയും ഓർമ്മ വന്നു. മാലയ്ക്ക് ഫോൺ കടലിലെറിഞ്ഞതിൽ അവൾക്ക് കുണ്ഠിതവും. വിനുവേട്ടൻ്റെ അമ്മയുടെ ഫോണിൽ നിന്നും സന്ദേശങ്ങൾ അയക്കുന്നത് അബദ്ധമാകും. ഫോൺ ആ അമ്മ തിരികെ വാങ്ങിയ റോജ അയക്കുന്ന മെസ്സേജുകൾ അവരിൽ സംശയമുണ്ടാക്കും. വിവാഹദിനം അടുത്തിട്ടും മാലയുടെ യാതൊരു വിവരവും ഇല്ലാതായതോടെ റോജ ഭ്രാന്തിൻ്റെ അവസ്ഥയിലായി. ആ പഴയ നമ്പറിൽ വിളിച്ചപ്പോൾ നമ്പർ നിലവിലില്ലെന്നായിരുന്നു അറിയിച്ചത്. കല്യാണത്തലേന്ന് വീട്ടിലെത്തിയവരെല്ലാം മാലയെക്കുറിച്ച് തിരക്കിയപ്പോൾ കോഴിക്കോട്ടുനിന്ന് പുലർച്ചെ എത്തുമെന്ന് അമ്മയും അനിയത്തിയും ആവർത്തിച്ചു. രാത്രി കിടക്കയിൽ വെച്ച് സുഭാഷിണി റോജയുടെ കാതിൽ തിരക്കി. അവൾ എന്തു പറഞ്ഞു കുട്ടി? അവളെ കിട്ടിയില്ലമ്മേ. റോജ കരഞ്ഞു. നമ്പർ നിലവിലില്ലെന്നാണ് പറയണത്. എൻ്റെ മോൾക്ക് വല്ലതും? കരച്ചിലടക്കാൻ സുഭാഷിണി കഷ്ടപ്പെട്ടു. പിറ്റേന്ന് കല്യാണം നടന്ന ഹോട്ടലിൽ വെച്ച് വധുവിൻ്റെ ആടയാഭരണങ്ങളെക്കുറിച്ചല്ലാതെ അവളുടെ ചേച്ചിയെക്കുറിച്ച് ആരും ശബ്ദിച്ചില്ല. മരുമകളെ അലങ്കരിച്ച കാറിൽ കയറാൻ നേരം ശബ്ദം താഴ്ത്തി സുഹൃതലത സുഭാഷിണിയോട് ചോദിച്ചു, എത്ര പവനുണ്ട് സ്വർണം? എല്ലാം കൂടി 50. ഷെയിം. അപമാനിതയെപ്പോലെ സുഹൃതലത മുഖം കുടഞ്ഞു. ആ കാർ അകന്നപ്പോൾ ശശിയുടെയും ലേഖയുടെയും കൈകളിൽ താങ്ങി സുഭാഷിണി വാവിട്ട് കരഞ്ഞു. അധ്യായം 10. ഇങ്ങനെ കരയാതെ സുചേച്ചി. സുഭാഷിണിയെ ചേർത്ത് പിടിച്ച് ലേഖ ആശ്വസിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയല്ലേ അവൾ. നമ്മുടെ നിലയിൽ ഉറന്നൊരു പയ്യനെ കിട്ടിയതോർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇപ്പോൾ അവളുടെ മുഖത്ത് ഒരു വാട്ടവും സങ്കടവും ഉണ്ടെങ്കിലും 4-ാം നാൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ചേച്ചി ആ മുഖം നോക്കിക്കോളൂ. കണ്ണ് നനച്ച് യാത്ര ചോദിച്ചു പോയ റോജ ആയിരിക്കില്ല അപ്പോൾ ചേച്ചിയുടെ മുന്നിലുണ്ടാവുക. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെറുതെ ഈ പാവത്തിനെ സമാധാനിപ്പിക്കണ്ട. ശശി ഭാര്യയെ തിരുത്തി. പോകാൻ നേരം അവൻ്റെ അമ്മ ചോദിച്ചത് നീ കേട്ട് കാണില്ല, സ്വർണ്ണം എത്ര പവനുണ്ടെന്ന്. 50 എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് ഛർദ്ദിക്കാൻ വരണ ഭാവം. കാർക്കിച്ച് തുപ്പും പോലെ എന്തോ പറയുകയും ചെയ്തു. ഈ കണക്കിന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ഊഹിച്ചാൽ മതി. ഒന്നും ഊഹിക്കാനില്ല, ലേഖ തീർത്ത് പറഞ്ഞു. ശ്രീധരമൊന്നും അവർ ചോദിച്ചില്ലല്ലോ, വാഹനവും ആവശ്യപ്പെട്ടില്ല. ആ സ്ഥിതിക്ക് സ്വർണത്തിലെങ്കിലും നമ്മൾ മാന്യത കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു കാണും. ഇന്നത്തെ കാലത്ത് ഏറ്റവും മിനിമം 101 പവനാ.
അത്രയുണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു സുചേച്ചിക്ക്. നല്ല പൊലിമയുള്ള മാലകളായിരുന്നു. 100 പറഞ്ഞാൽ ആരും വിശ്വസിക്കും. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും സത്യം പറയുമോ? അവരത് കൊണ്ടുപോയി തൂക്കി നോക്കാനൊന്നും പോണില്ലല്ലോ. നമ്മുടെ റോജുവിന് എടുത്തത് 10,000-ൻ്റെ സാരിയാണ്. കാശ്യപിൻ്റെ അമ്മ ഉടുത്തിരിക്കുന്ന സാരി 25,000 മതിക്കും. കാശ്യപാണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും. അവരുടെ വില നോക്കി വേണ്ട ശശിയേട്ടാ നമ്മൾ സംസാരിക്കാൻ. മതി ശശി തലകുലുക്കി. ഇനി അധികം വിസ്തരിക്കണ്ട, നമുക്ക് മടങ്ങാം. ഹോട്ടലിലെ ഇടപാടെല്ലാം നേരത്തെ തീർത്തതുകൊണ്ട് ഒന്ന് യാത്ര പറഞ്ഞേക്ക് വന്നേക്കാം ഞാൻ. വീട്ടിലെത്തിയതും ലേഖ ഭർത്താവിനെ വിളിച്ച് മാറ്റി നിർത്തി ഉപദേശിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കാശ്യപിൻ്റെ അമ്മ ഒരു മുറ്റാണെന്ന് ഒറ്റ കാഴ്ചയിലെ ആർക്കും മനസ്സിലാവും. ചിലപ്പോൾ അവൾ ശരിക്കും ഒരു കുഴപ്പക്കാരി ആയിരിക്കും ചെയ്യും. മൂത്തോളെപ്പോലെ ഒരു പൊട്ടിയൊന്നും അല്ലല്ലോ റോജ. അവൾ നോക്കിയും കണ്ടു നിന്നോളും. വിരുന്നിന് വരുമ്പോൾ അവൾ വല്ല പരാതിയും പറഞ്ഞാൽ തന്നെ ശശിയേട്ടൻ അത് പെരുപ്പിച്ച് കാട്ടി പെങ്ങളെയും മോളെയും വെറുതെ പേടിപ്പിക്കരുത്. ആ ചാർട്ടേഡ് അക്കൗണ്ടിനൊപ്പം ആ ഫ്ലാറ്റിൽ താമസിക്കുന്നത് നമുക്ക് സൗകര്യം. സുചേച്ചി അപ്പം ഇവിടെ ഒറ്റയ്ക്കാവും. ആര് പറഞ്ഞ്? ഞാനുണ്ടാവില്ല ഇവിടെ. ശശിയേട്ടനുണ്ടായാലും പെണ്ണുങ്ങളായി മറ്റാരും ഇല്ലാതെ സുചേച്ചിയെപ്പോലെ ഒരാൾ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വല്ലതും ഒരു വയ്യായിക വന്നാലേ ഒരു ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാൻ പെണ്ണായി ആരെങ്കിലും ഒരാൾ കൂടി വേണ്ടേ? അതിന് ഞാനെന്താ ലേഖ ചെയ്യണ്ടേ? ഞാനിനി ഒരു പെണ്ണാവണോ? ദേ ഒരു വക പൊട്ടത്തരം പറഞ്ഞാലുണ്ടല്ലോ. ലേഖയ്ക്ക് ശുണ്ടി വന്നു. നിങ്ങളോടൊപ്പം ഞാൻ കൂടി ഇവിടേക്ക് താമസിക്കാൻ വരാമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഏട്ടൻ്റെ അവിടെ താമസിച്ച് ഏടത്തി അമ്മയുടെ പോരുകൊണ്ട് ഞാൻ സഹി കെട്ടു ശശിയേട്ടാ. അവിടുത്തെ പണി മുഴുവൻ ഞാൻ ചെയ്യണം. ഇടയ്ക്കിടെ കുത്തരിയും പച്ചക്കറിയും വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുകയും വേണം. അതുകൂടാതെ ചിട്ടിക്കടയ്ക്കാൻ ഇടയ്ക്കിടെ എൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങും. കൊടുത്താൽ തിരിച്ചു തരണ ഏർപ്പാടില്ലേ? കൊടുത്തില്ലേ മുഖം വന്ന് കൊട്ട പോലെ വീർക്കും. ഇപ്പോൾ ദേ എൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് അവരുടെ മോന് ബൈക്ക് വാങ്ങാൻ ഒരു 30,000 രൂപ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞേക്കുക. കൊടുത്താൽ ജന്മത്ത് തിരിച്ചു കിട്ടില്ല. കൊടുക്കരുത്, ഒരു കാലത്തും കൊടുക്കരുത്. കൊടുത്തില്ലെങ്കിൽ സ്വർണം പണയം ചോദിക്കും. അവരുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ല, അവിടെ താമസിക്കാനുള്ള ചുങ്കം ചുമത്തലാണ്. അതുകൊണ്ട് അവിടുത്തെ പൊറുതി മാറിയേക്കാന്ന് ഞാൻ വിചാരിക്കണത്. ഇവിടെയാണെങ്കിൽ സർവ്വ പണിയും സുചേച്ചി ചെയ്തോളും. അരിയും പച്ചക്കറിയും വാങ്ങിക്കൊടുക്കുകയും വേണ്ട. കടം ചോദിക്കണ പതിവും ഈ പാവത്തിനില്ല. നമ്മൾ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. എങ്കിൽ പിന്നെ ബോർഡിങ്ങിൽ നിന്ന് കുട്ടികളെ കൂടി ഇങ്ങ് കൊണ്ടുവന്നാലോ? ചുറ്റും കണ്ണടിച്ചിട്ട് ലേഖ ശബ്ദം താഴ്ത്തി. എൻ്റെ മനസ്സിലും ആ പ്ലാനുണ്ട്. ഓരോ ടൈം കഴിയുമ്പോഴും ബോർഡിംഗ് ഫീസായും മെസ് ഫീസായും കൂട്ടിക്കൊണ്ടിരിക്കുക അവർ. ഇവിടുന്ന് അതുങ്ങൾ സ്കൂൾ ബസ്സിൽ പോയിക്കോളും. ഏതായാലും 1 മാസം കഴിയട്ടെ. ഇപ്പോൾ ഒന്നും സുജോച്ചിയോട് പറയാൻ പോകണ്ട. റോജ കല്യാണം കഴിഞ്ഞ് പോയി എന്ന് വിചാരിച്ച് നമ്മളിതൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴേ മാല കോഴിക്കോട്ടൊന്ന് വന്നാലോടി. പിന്നെ അവൾ വരുന്നു. പരിഹാസത്തിൽ ലേഖ മുഖം കുലുക്കി. ഒരേ ഒരു കൂടപ്പിറപ്പിൻ്റെ കല്യാണത്തിന് വരാത്തവളാണ്. കോഴിക്കോടങ്ങ് ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ. ഇന്ന് വെളുപ്പിന് ട്രെയിനിന് വരുമെന്ന് സുചേച്ചിയും റോജയും ഇന്നലെ പറഞ്ഞത്. രാവിലെ കല്യാണം നടന്ന ഹോട്ടലിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോഴും ഞാൻ ചോദിച്ചു. അപ്പോൾ സുചേച്ചി പറഞ്ഞു അവൾക്ക് ട്രെയിൻ കിട്ടിയില്ല, രാത്രി ബസ്സിന് തനിച്ചു പോരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇനി വിരുന്നിനേ വരുമെന്ന്. ശുദ്ധ കളവാത്. ജോലിക്ക് അവളങ്ങ് കയറിയതല്ലേ ഉള്ളൂ ലേഖ. ഉടനെ ലീവൊന്നും കിട്ടാത്തതുകൊണ്ടാവും, ശശി പറഞ്ഞു. പിന്നെ അതിന് ഗവൺമെൻറ് ജോലിയൊന്നും അല്ലല്ലോ. +2 കഴിഞ്ഞവർക്ക് വല്ല കറക്ക് കമ്പനിയിലോ റിസപ്ഷനിസ്റ്റിൻ്റെയോ മറ്റോ പണിയാവും. പിന്നെ അവൾ വീണ്ടും ചുറ്റുമൊന്ന് കണ്ണോടിച്ചിട്ട് പഴയതിലും ശബ്ദം തത്തി. എൻ്റെ വിചാരം അവൾക്ക് എവിടെയും ജോലിയൊന്നും കിട്ടിയതായിരിക്കില്ലെന്നേ. വല്ലവരുടെയും കൂടെ ഒളിച്ചോടിപ്പോയതായിരിക്കുമെന്നേ. ഇല്ലെങ്കിൽ അമ്മയെ ഇളയവളും കൂടി ഇങ്ങനെ ബബ്ബ കളിക്കണോ? രാത്രിയിലൊക്കെ രണ്ടും കൂടി കുശുകുശുക്കലായിരുന്നേ. ശശിയേട്ടനെ പറ്റിക്കാൻ പറ്റും, എൻ്റെ അടുത്ത് വേല നടക്കുകയില്ല. റോജയുടെ കാര്യമായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. മാല അങ്ങനെയൊന്നും ചെയ്യില്ലടി. എൻ്റെ പൊന്നു ശശിയേട്ടാ, മിണ്ടാപ്പൂച്ചകളാണ് എപ്പോഴും കലടക്കുന്നത്. അറിയോ, പെണ്ണ് കാണാൻ വന്ന് സമ്മതം പറഞ്ഞതല്ലേ ഉള്ളൂ മനു വന്ന ചെക്കൻ. ആക്സിഡൻറ്റിൽ അവൻ മരിച്ചപ്പോൾ ഭ്രാന്ത് വന്ന പെണ്ണാ മാല. ലോകത്തിലെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം? അപ്പോഴേക്കും ഡൈനിങ് റൂമിൽ നിന്നും സുഭാഷിണിയുടെ വിളിയെത്തി. ശശി, ലേഖ ഇതാ ചായ എടുത്ത് വെച്ചിരിക്കണു. എന്താ പറഞ്ഞു സുചേച്ചി? ലേഖ അകത്തേക്ക് നടന്നു. റോജ കാശ്യപിൻ്റെ ഫ്ലാറ്റിലെത്തി. ഇപ്പോൾ കുടിവെപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ ലേഖ? സുഭാഷിണി ചോദിച്ചു. ഫ്ലാറ്റിലെ ചടങ്ങുകൾ കഴിഞ്ഞതിനോടൻ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു അവൾ. എന്നിട്ടും വിളിച്ചതേ ഇല്ല. ആഭരണങ്ങൾ കുറവായതിൻ്റെ പേരിൽ കാശ്യപിൻ്റെ മമ്മ എൻ്റെ കുട്ടിയെ വല്ലതും പറയുമോ? അതോർത്തിട്ട്
എനിക്ക് വല്ലാത്തൊരു സമാധാനക്കുറവ്. ചേച്ചി എന്തിനാ വെറുതെ പേടിക്കണത്? മാലയല്ലല്ലോ റോജ. കാശ്യപിൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അവളതിന് നല്ല ചുട്ട മറുപടി കൊടുത്തോളും. അല്ലെങ്കിലും ആ സ്ത്രീ ഇനിയൊന്നും പറയാൻ പോണില്ല. 50 പവനൊക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് പയ്യനെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് തന്നെയാണ്. അതവർ സുചേച്ചിയുടെ അടുത്തൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. കൂടുതൽ സ്വർണം വേണമെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഈ വീട് പണയപ്പെടുത്തിയാലും ഞാനതങ്ങ് സാധിപ്പിച്ചു കൊടുത്തതിലേക്ക്. പക്ഷേ അവർ ഞങ്ങളുടെ അടുത്ത് ഒരു ഡിമാൻഡും പറഞ്ഞില്ലല്ലോ. എങ്കിൽ പിന്നെ സുചേച്ചിക്ക് അവരോടൊന്നും ചോദിക്കാൻ മേലായിരുന്നോ? നമ്മുടെ കുട്ടിയെ നമ്മൾ അവരെ ഏൽപ്പിച്ചു കളഞ്ഞില്ലല്ലേ? ഇനി തർക്കമോ ചോദ്യമോ ഒന്നും പാടില്ലല്ലോ. എങ്ങനെയും അവൾക്കവിടെ സുഖമുണ്ടായാൽ മാത്രം മതിയായിരുന്നു. ഞാനതായാലും അവളെ ഒന്ന് വിളിക്കാൻ പോവാ. അവർ എന്ത് ചോദിച്ചാലും പറഞ്ഞാലും ഒരക്ഷരം മറുത്തു പറയാൻ പാടില്ല എന്ന്. ശശിയും ലേഖയും ചായ കുടിക്കാൻ ആരംഭിച്ചപ്പോൾ സുഭാഷിണി ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. പക്ഷെ 1-2 തവണ ഫോൺ റിങ് ചെയ്ത് തീർന്നിട്ടും റോജ കോൾ എടുത്തതേയില്ല. സുഭാഷിണിക്ക് ആദ്യമായി. റോജ ആ സമയത്ത് ഭർത്താവിൻ്റെ മുറിയിലെ ടോയ്ലറ്റിലായിരുന്നു. ഫോൺ കിടക്കയിൽ കിടന്ന് പാടിയത് അവൾ കേട്ടതുമില്ല. റോജ പുറത്തു വന്നപ്പോഴേക്കും സുഹൃതലത മഹാദേവൻ വാതുക്കലെത്തിയിരുന്നു. മോക്ക് വേഗം ഉള്ളതിൽ നല്ല വേഷം ധരിച്ച് പുറത്തേക്ക് വരും. കാശ്യപിൻ്റെ 2-3 ഫ്രണ്ട്സും വൈഫ്സും വന്നിട്ടുണ്ട്. അവർക്ക് കല്യാണത്തിന് സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കാശ്യപിൻ്റെ ബ്രൈഡിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നല്ല പ്ലസൻ്റായിട്ട് ചിരിച്ച മുഖത്തോടെ വേണം സംസാരിക്കാൻ. അമ്മയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ P&Tയിലാണെന്ന് മാത്രമേ പറയാവൂ. ഞങ്ങളെ നാണം കെടുത്തരുത്. വേഷം സാരി വേണ്ട, മോഡേൺ എന്തെങ്കിലും മതി. മുടി കെട്ടണ്ട. ആ പിന്നിലേക്ക് അഴിച്ച് കോപ്പി ചെയ്ത് വിടത്തിയിട്ടോളൂ. ബ്യൂട്ടി പാർലറിൽ പോയി മുടിയൊന്ന് സ്ട്രൈറ്റൻ ചെയ്യണമെന്ന് ഞാൻ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നതാ. എന്നിട്ട് എണ്ണ തേച്ച് ഒട്ടിച്ച് സിറ്റിയിൽ ജലിച്ചു വളർന്നതെന്ന് നെറ്റിയിൽ എഴുതി വയ്ക്കണം. മമ്മ, ഞാൻ റോജ പരിങ്ങി. എന്തേ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതല്ല മമ്മ, എനിക്കൊരു പാഡ് വേണം. ഞാൻ പീരിയഡ്സായി. അയ്യേ, അവർ മുഖം ചൊളിച്ചു. കല്യാണ ദിവസം തന്നെ, ഇവിടെ കയറി വന്ന ദിവസം തന്നെ. എൻ്റെ കയ്യിൽ പാഡൊന്നുമില്ല. ഞാനിനി കശ്യപിനെ ഷോപ്പിലേക്ക് ഓടിക്കണോ? അതുമാത്രമല്ല, എനിക്ക് നല്ല പെയിനുണ്ട്. എനിക്ക് അല്പനേരം ഒന്ന് കിടക്കണം. ഞാനിപ്പോൾ താഴെ പോയി എന്താ പറയുക? സാധാരണ കല്യാണ ദിവസം നിശ്ചയിക്കുമ്പോൾ പെൺകുട്ടികളും അമ്മമാരും പീരിയഡ്സിൻ്റെ ഡേറ്റൊക്കെ പരിശോധിക്കും. ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ടാബ്ലറ്റ് കഴിക്കും. കുട്ടിയുടെ അമ്മയ്ക്ക് ഇതൊന്നും നിശ്ചയില്ലേ? എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാൽ മതി എന്നാണ് തീരുമാനിച്ചത്. അതല്ല മമ്മ, കാശുപേട്ടനാണ് ഡേറ്റ് പറഞ്ഞത്. അത് തെറ്റിക്കണ്ടെന്ന് കരുതി സമ്മതിച്ചതാണ് ഞങ്ങൾ. കല്യാണം ഏതെങ്കിലും അമ്പലത്തിലായിരുന്നുവെങ്കിൽ ഞങ്ങൾ തടസ്സം പറഞ്ഞേനെ. ഹോട്ടലിലായതുകൊണ്ട് പ്രശ്നമില്ലെന്ന് വിചാരിച്ചു. എന്നാൽ ഇന്ന് തീരെ ഞാൻ പ്രതീക്ഷിച്ചതല്ല. സോറി മമ്മ. യാത്ര പറയാൻ നേരമുള്ള അമ്മയുടെ ഉപദേശപ്രകാരമാണ് അവൾ ഭൂമിയോളം താഴ്ന്നത്. ശരി, ഞാൻ മോനുവിനോട് പറയട്ടെ. ഈർഷ്യയിൽ ചാടിത്തുള്ളി അവർ പുറത്തേക്ക് നടന്നു. പോകും വഴി ഷെയിം എന്ന് പുലമ്പുന്നുണ്ടായിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാശ്യപ് വാതുക്കലെത്തി. റോജ കിടക്കയിൽ കമന്ന് കിടക്കായിരുന്നു. അവളുടെ ദേഹത്ത് ഒരു പാക്കറ്റ് വന്നു വീണു. ഒരു ടാബ്ലറ്റിൻ്റെ ഒരു സ്ട്രിപ്പും. പെയിൻ കില്ലറുണ്ട്, അവൻ അറിയിച്ച്. വേഗം റെഡിയായി വരും, കുറച്ച് ഗസ്റ്റുകൾ കൂടി എത്തിയിരിക്കുന്നുണ്ട്. ആവുന്നത്ര ഒരുങ്ങി വീട്ടിൽ ധരിക്കാനായി കരുതിയിരുന്ന ഒരു സ്കർട്ടും ടോപ്പും അണിഞ്ഞാണ് റോജ ഇരിപ്പുമുറിയിലെത്തിയത്. മുന്നിലിരിക്കുന്നവരെല്ലാം ഉന്നതരാണെന്ന് രൂപങ്ങളിൽ നിന്നും വേഷങ്ങളിൽ നിന്നും അവൾക്ക് വ്യക്തമായി. കാശിപേട്ടൻ്റെ അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി ചോദ്യങ്ങൾക്കെല്ലാം കല്ലുവെച്ച നുണ പറയാൻ അവൾ തയ്യാറായാണ് നിന്നത്. പക്ഷേ ആകെ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഒരു സുഹൃത്തിൻ്റെ ഭാര്യയിൽ നിന്നും. റോജ MBA ചെയ്തത് എവിടെ നിന്നാണ്? എറണാകുളത്താണ്. സൽക്കാരങ്ങൾക്ക് ശേഷം പാരിതോഷികങ്ങൾ നൽകി അതിഥികൾ മടങ്ങി. ഉടനെ റോജ കിടക്കിൽ വന്ന് കമന്നു. പുറകെ മമ്മയെത്തി. കുട്ടി ഡ്രസ് ബോക്സും എടുത്ത് എൻ്റെ മുറിയിലേക്ക് പോന്നോളൂ. ഈ അവസ്ഥയിലെ കാശ്യപിൻ്റെ റൂമിൽ കിടക്കണ്ട. 7 രാത്രി കഴിഞ്ഞ് എറണാകുളത്തപ്പനെ പോയി തൊഴുതു വന്നിട്ട് മതി ഇനി അവൻ്റെ മുറിയിൽ കയറാൻ. അനുസരണയോടെ അവൾ എഴുന്നേറ്റു. ഡ്രസ് ബോക്സ് എടുത്ത് നടന്നു. ഉടനെ വന്നു അടുത്ത ആജ്ഞ. നിൻ്റെ ഓർണമെൻറ്റ്സ് എടുത്തോളൂ, ഇവിടെ വെക്കണ്ട. അവനൊരു കെയറും ഇല്ലാത്തതാ. രാവിലെ റൂം ക്ലീൻ ചെയ്യാനേ ഒരു സെർവൻ്റ് എത്തും. അതിന് റോജ യാതൊരു വിയോജിപ്പും ഭാവിച്ചില്ല. സുഹൃതലതയുടേത് കുറച്ചുകൂടി വലിയ മുറിയായിരുന്നു. അതാണ് അവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമെന്ന് അവൾക്ക് തോന്നി. ഓർണമെൻറ്റ്സ് എൻ്റെ അലമാരയിൽ വെച്ചോളൂ. ഒരു സംശയം കൂടാതെ റോജ അതിന് തയ്യാറായി. എത്ര പവനുണ്ട് മൊത്തം? അവർ തിരക്കി.
101. സുഹൃതയുടെ പുരുകൻ ചുടിഞ്ഞു. നിന്റെ അമ്മ പറഞ്ഞത് 50 എന്നാണല്ലോ. അത് അമ്മയ്ക്ക് തൂക്കറിയാത്തതുകൊണ്ടാണ്. ഞാനാണ് ഇതെല്ലാം വാങ്ങിയത്. എല്ലാത്തിൻ്റെയും ബില്ല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സുഹൃതയ്ക്ക് സമാധാനമായി. അകറ്റിയിട്ടിരുന്ന 2 ബെഡുകളായിരുന്നു മുറിയിൽ. ഒന്നിലേക്ക് അവർ കൈ ചൂണ്ടി. അത് മോളുടെയാണ്. അപ്പോഴേക്കും കാശ്യപ്പ് വാതിക്കലെത്തി. റോജ ഇങ്ങോട്ട് പോന്നു. വരൂ, നമ്മുടെ മുറി അതാ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സുഹൃതയാണ് മറുപടി പറഞ്ഞത്. പക്ഷേ ഇനി 7 രാത്രി കഴിഞ്ഞ് റോജ അവിടേക്ക് വരൂ. വിവാഹ ജീവിതം വിശുദ്ധമായിട്ട് തുടങ്ങേണ്ടതാണ്. മറുനാട്ടിലാണ് ജീവിച്ചതെങ്കിലും ജോലി ചെയ്തത് മെഡിക്കൽ ലൈനിലാണെങ്കിലും ഞാൻ ജനിച്ചത് കേരളത്തിൽ നല്ലൊരു തറവാട്ടിലാണ്. ഇത് പുലിവാലായല്ലോ. ഞങ്ങൾക്കൊന്ന് സംസാരിക്കണമെങ്കിൽ ഇനി 7 ദിവസം കഴിയണോ? സംസാരിക്കണമെങ്കിൽ നീ ആ ചെയർ വലിച്ചിട്ട് ഇവിടെ ഇരുന്നോളൂ, സംസാരിച്ചോളൂ. ആ സമയം കൊണ്ട് ഞാൻ ടോയ്ലറ്റിൽ കയറി ചൂടുവെള്ളത്തിലൊന്ന് മേല് കഴുകിയിട്ട് വരാം. വാർഡ്രോബ് തുറന്ന് പുതിയ ഡ്രസ്സുകളെടുത്ത് ഒരു കുളിമുറിയിൽ കയറി വാതിലടച്ചു. സ്റ്റുപ്പിഡ്. കശ്യപ് പല്ലുരമി. ഇത് മമ്മയുടെ കുറുമ്പ. മമ്മ എപ്പോഴും ഇങ്ങനെയാ. മമ്മ പറയണതൊക്കെ നടക്കണം. ഇങ്ങനെയാ മമ്മ എൻ്റെ ജീവിതം നശിപ്പിക്കണത്. എനിക്ക് മടുത്തു, ശരിക്കും മടുത്തു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഫസ്റ്റ് ഒബേ, ദെൻ കംപ്ലൈൻറ്റ്. 7 ദിവസമല്ലേ നമ്മൾക്കിടയിലുള്ളൂ, 7 വർഷമല്ലോ. എനിക്ക് കേൾക്കണ്ട. കാശ്യപ് വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. ഈ 7 ദിവസങ്ങളുടെ അകലം ഒരു സൗകര്യമായാണ് റോജയ്ക്ക് അനുഭവപ്പെട്ടത്. കിടക്കയിലെത്തും മുൻപ് മനസ്സുകൾ പാകമാവാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുറച്ച് ദിവസമെങ്കിലും കിട്ടിയേ പറ്റൂ. സുഹൃതം അമ്മയോട് അവൾ മനസ്സാ നന്ദി പറഞ്ഞു. അപ്പോഴാണ് റോജയുടെ ഫോൺ മെസ്സേജ് ടോൺ ഉയർന്നത്. തിടുക്കത്തിൽ അവൾ ഫോൺ എടുത്ത് നോക്കി. നമ്പർ പരിചിതമല്ലെങ്കിലും സന്ദേശം മാലയുടേതാണ്. ഞാനാണ് റോജോ. ഇനി ഇതാണ് എൻ്റെ നമ്പർ. ബാക്കി വായിക്കും മുൻപേ മുടി ടവലിൽ പൊതിഞ്ഞ് കടും നിറമുള്ളൊരു ചുരിദാറിൽ സുഹൃത മുന്നിലെത്തി. തരൂ, ആരുടേതാണെന്ന് നോക്കട്ടെ. അനുവാദത്തിന് കാക്കാതെ അവർ ഫോണ് പിടിച്ചു വാങ്ങി. അധ്യായം 11. മൊബൈൽ ഫോൺ കൈവശമുള്ള ഇപ്പോഴത്തെ മുഴുവൻ പെൺകുട്ടികൾക്കും ഏതു നേരവും ഒരേ ഒരു ജോലിയുള്ളൂ: SMS അയയ്ക്കുക. വല്ലവനൊക്കെ അയക്കണ SMS എടുത്ത് വായിച്ച് രസിക്കുക. ഫോൺ മെസ്സേജ് വായിക്കുന്നതിനിടയിൽ സുഹൃത ആരോടൊന്നില്ലാതെ പിറുവിറുത്തു. പിന്നെ ചോദ്യഭാവത്തിൽ റോജയൊന്ന് നോക്കി. ആരാ കുട്ടി ഈ മനു? ബോയ് ഫ്രണ്ടാ? മനുവോ? അവൾ അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തി. കണ്ണടയില്ലാത്തതുകൊണ്ട് മമ്മയ്ക്ക് വായിക്കാൻ പറ്റാത്തത്. ചുറ്റും പരതി റോജ മേശപ്പുറത്തു നിന്നും സുഹൃതയുടെ റീഡിംഗ് ഗ്ലാസ് എടുത്ത് നീട്ടി. ഗ്ലാസ് ധരിച്ചതും അവരുടെ മുഖം വിടർന്നു. ഓഹോ, മനു അല്ല, മാലു ആണല്ലേ. ആരായി കുട്ടി? ഫ്രണ്ടോ അതോ കസിനോ? രണ്ടുമല്ല മമ്മ, എൻ്റെ സ്വന്തം സഹോദരിയാണ്, എൻ്റെ ചേച്ചി. എന്നിട്ട് നീ ഇതുവരെയും എൻ്റെ അടുത്ത് അത് പറഞ്ഞില്ലല്ലോ. അവളെ പരിചയപ്പെടുത്തിയിട്ടുമില്ലല്ലോ. കല്യാണത്തിന് പോലും അങ്ങനെ ഒരു കുട്ടിയെ കണ്ടിട്ടുമില്ല. സുഭാഷിണിക്ക് നീ ഒരേ ഒരു മകളാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. മമ്മയുടെ മകൻ്റെ അടുത്ത് ഞാൻ എന്നെ സംബന്ധിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണല്ലോ. കാശുവേട്ടൻ അതൊന്നും മമ്മയോട് പറഞ്ഞിരുന്നില്ലേ? എനിക്കൊരു ചേച്ചിയുണ്ടെന്നും അവൾ കോഴിക്കോട് വർക്ക് ചെയ്യുകയാണെന്നും വിവാഹം തീരുമാനിച്ച പുരുഷൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതോടെ കുറേ നാളേക്ക് അവൾക്ക് മനോവിഭ്രാന്തി ബാധിച്ചിരുന്നെന്നും എല്ലാം ഞാൻ കാശുവേട്ടനോട് പറഞ്ഞിരുന്നതാണ്. അതുകൂടാതെ എൻ്റെ ചേച്ചിയുടെ മനോവിഭ്രാന്തി മൂലം എൻ്റെ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരാളുമായി എൻ്റെ വിവാഹ നിശ്ചയം തകർന്നു പോയതുവരെയും ഒന്നും ഒളിക്കാതെ എന്നെ സംബന്ധിച്ചെല്ലാം ഞാൻ വിശദമായി പറഞ്ഞിരുന്നതാണ്. സുഹൃത്തിയുടെ മുഖത്ത് അതോടെ ഒരു ഭൂകമ്പം ദൃശ്യമായി. ആ ചുണ്ടുകൾ വിറച്ചു. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് ഈശ്വര? നിൻ്റെ ചേച്ചിക്ക് മനോവിഭ്രാന്തി വന്നുവെന്നോ? നിനക്കൊരു കല്യാണ നിശ്ചയം കഴിഞ്ഞിരുന്നുവെന്നോ? എന്തുകൊണ്ടാ ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല? മൂവാറ്റുപുഴ ഒരു ഹൈ ക്ലാസ് കർത്ത ഫാമിലിയാണ് ജനിച്ചോളാം ഞാൻ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ലോ ക്ലാസ് സെറ്റപ്പിൽ നിന്നൊരു വിവാഹബന്ധം ആവശ്യമില്ല. എല്ലാം ഞാൻ മമ്മയുടെ മകൻ്റെ അടുത്ത് പറഞ്ഞതാണെന്ന് മലയാളത്തിലല്ലേ പറഞ്ഞത്. മമ്മ മകനോട് ചോദിച്ചു നോക്കുന്നേ. എൻ്റെ കുടുംബ പശ്ചാത്തലവും ജീവചരിത്രവും പത്രത്തിലോ ഗസറ്റിലോ പ്രസിദ്ധീകരിക്കപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. മമ്മയുടെ മകൻ മമ്മയെ ഒളിച്ചത് എൻ്റെ കുറ്റമല്ല. വിഷമത്തിൽ റോജ മുഖം തിരിച്ചു. ചതിക്കുകയായിരുന്നു. തലയിൽ 2 കൈത്തലങ്ങളും കമത്തി വെച്ച് ഒരു വട്ടം ചുറ്റി. ഞങ്ങൾ ശരിക്കും ചതിക്കുകയായിരുന്നു. കേസ് കൊടുക്കുക വേണ്ടത്. എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചില്ല ദൈവമേ. ഈ അമ്മ ഒരു മനോരോഗിയാണോ എന്നാണ് അവൾ സംശയിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിസാര പ്രശ്നത്തിന് ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമില്ലല്ലോ.
ഒരുപക്ഷെ അമ്മയും മോനും തനിച്ചായ ജീവിതമായതിനാൽ ഇവർ മകനെ വല്ലാതെ സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഒറ്റ മകനുള്ള അമ്മമാർ. മകൻ വിവാഹിതനാവുന്നതോടെ പൊസസീവ്നെസ് മൂത്ത് മനോരോഗികളായി മാറും, മരുമകളെ പീഡിപ്പിക്കുമെന്നും അത്തരത്തിലൊരു അനുഭവത്തിന് ഇരയായ ഒരു സഹപ്രവർത്തക പറഞ്ഞത് റോജ ഓർത്തു. അതുകൊണ്ട് അവൾ ഒരക്ഷരവും മറുപടി പറയാതെ മനസ്സിൽ രാമരാമ ഉരുവിട്ടുകൊണ്ട് അനങ്ങാതെ ഇരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവല് ഇവിടെ തുടരുകയാണ് കേട്ടോ. നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ വേറൊരു കാര്യം കൂടി, എൻ്റെ പുതിയ നോവലായ മഹർബന്ധനം കഴിഞ്ഞ മാസം 27-ാം തീയതി എറണാകുളത്ത് വെച്ചിട്ട് നടക്കുകയുണ്ടായി. ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ പുസ്തകങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോവൽ വായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക, അഡ്രസ്സ് സെൻഡ് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും നമ്മൾ കാണുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി.